ഹലോ, വെൽക്കം ടു കേര കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റവ ഉപ്പുമാവാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതൊക്കെയാണ് ഉപ്പുമാവിന് വേണ്ട ചേരുവകൾ. ആദ്യം തന്നെ 1/2 കിലോ റവയാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുത്ത റവയാണ്. ഒരു ഉള്ളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു വലിയ പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തത്, ഒരു പിടി കറിവേപ്പില, ഉണക്കമുളക് ഒരു 4 എണ്ണം, ഒരു പിടി കടല, ഉണക്കമുന്തിരി ഒരു പിടി, പിന്നെ നെയ്യ് ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. ഇതൊക്കെയാണ് നമ്മുടെ ചേരുവകൾ. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത് പാൻ അടുപ്പിലേക്ക് വയ്ക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനിയും അതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കടല ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് നന്നായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വലിയ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പുമാവ് ആയതുകൊണ്ട് ഒത്തിരി ഉപ്പൊന്നും കോരിയിടില്ല. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട ശേഷം ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഉപ്പിൻ്റെ അളവ് കറക്റ്റ് ആണോ എന്ന് നമുക്കറിയാൻ പറ്റും. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനിയും അതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ റവ ഇടുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. റവ ഇടുന്ന അനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് കട്ട പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനിയും ഇതൊന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് 10 മിനിറ്റ്സ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്.
കട്ട ഒന്നും കെട്ടിയിട്ടില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കൂടിപ്പോയാലാണ് കട്ട കെട്ടാൻ ചാൻസ് ഉള്ളത്. നമ്മളിപ്പം ഇവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വ്യൂസ് റിപ്ലൈസും കമൻറ്റ് ബോക്സിൽ കൂടെ ഞങ്ങൾ അറിയിക്കുക. അത് മാത്രമല്ല, ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും എനിക്ക് പ്രോത്സാഹനമാണ്. താങ്ക് യു ഫോർ എവറിത്തിങ്. ഗുഡ് ബൈ.